അതിനെ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേവലു പിന്നീട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനായിട്ടുള്ള ശ്രീ ദാവൂദ്. മാവോയിസ്റ്റ് പക്ഷം വിശദീകരിക്കാൻ ആരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ജയരാജന് ഊന്നി പറയാനുണ്ടായിരുന്ന ഒരേ ഒറ്റ കാര്യമാണ്, CRPP എന്ന് പറയുന്ന അഖിലേന്ത്യാ സംഘടനയിൽ പോരാട്ടം രാമനെ പോലുള്ള മാവോയിസ്റ്റുകളോടൊപ്പം ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാരവാഹി ഈ ഇസ്ലാമിസവും മാവോയിസവും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. പരസ്പരം സഹായിച്ചുകൊണ്ട് CRPP അതായത് കമ്മിറ്റി രാഷ്ട്രീയ തലവന്മാരുടെ വിമോചനത്തിനുള്ള വിടുതലിന് വേണ്ടിയുള്ള സമിതി, അതെന്താണ് സമിതി എന്ന് ദാവൂദ് ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും ചെറിക്കൊള്ളാത്തതാണ്. ഇത് ഈ രണ്ട് കൂട്ടർക്കും എണ്ണിക്കാനായിട്ടുള്ള പേര് മാത്രമാണ്, അതൊരു കവർ സംഘടനയാണ് എന്നൊക്കെയുള്ള പോലീസ് ഭാഷ്യം ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഞങ്ങളുടെ പോലീസ് ഭാഷ്യം കാരണമുണ്ട്. CRPയുടെ സെക്രട്ടറി ആയിട്ടുള്ള റോണ വിൽസൺ, അതിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ ബിലാനി ആയിരുന്നു. അടുത്തവർക്ക് മരിച്ചിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള റോണ വിൽസൺ ഇന്നിപ്പോൾ ഏർവാട ജയിലിലാണ്. ജയിൽ അടച്ചിരിക്കുക 2 വർഷത്തിന് മേലെ. ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് റോണയെ ആശ്രയം ജയിലിലാക്കിയിരിക്കുന്നത്. അതായത് ഇത് കവർ സംഘടന, അത് പോലീസിന്റെ ഭാഷണം അതേപടി ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരു ലൗഡ് സ്പീക്കറായിട്ട് ചെയ്യുന്ന ജയരാജനെ പോലുള്ളവർ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിസം, എന്താണ് ഈ മാവോയിസം, അങ്ങനെ അഥവാ ഇതിന്റെ രണ്ടിന്റെ പ്രതിനിധികൾ ഒരു വേദിയിൽ ഒന്നിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭൗതിക കാരണം എന്താണ് എന്നൊന്നും പരിശോധിക്കാൻ ഞാൻ പറ്റില്ല. അതിന്റെ കാരണം വളരെ ലളിതമാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ 150ഓളം UAP കേസുകൾ കേരളത്തിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക്. അതിൽ 60ഓളം പ്രതിനിധികൾ ഏതെങ്കിലും രീതിയിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം ബന്ധപ്പെട്ടവരെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആരോപപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന 90-ൽ CPMന്റെ ബാക്കി എല്ലാവരും ഇവിടെ മുസ്ലിം സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. അഥവാ ഈ UAP നിയമം ആർക്കെതിരെയാണ് ഏറ്റവും അധികം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആരെ അടിച്ചമർത്താനാണ് ഭരണകൂടം ഈ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്, ഈ ശക്തികളുടെ വളർച്ച തടയിടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാനും ശക്തികളും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ രണ്ട് കൊടുക്കുക. ഒന്ന് വെട്ടിപ്പിടിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന വിഭാഗം, അതായത് രാജ്യത്തെ വിപ്ലവകരമായിട്ട് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. മറുവശത്ത് ഇസ്ലാമിൻ്റെ വിവിധ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു കുട്ടികൾ. ഈ രണ്ട് കൂട്ടരും ഏറ്റവും അധികം ആക്രമിക്കപ്പെടുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള പ്രസ്ഥാനങ്ങളാണ്. SDP ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും വെൽഫെയർ പാർട്ടി, SIU, CBI ഉൾപ്പെടെയുള്ള
ഇസ്ലാമിസ്റ്റ് സംഘടനകളൊക്കെ രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനകളാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് അത് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മാവോയിസ്റ്റ് സംഘടന പോലെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് അനുഭാവികളായിട്ട് വ്യക്തികൾ. അപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെയും നിലവിലുള്ള സർക്കാരിൻ്റെയും കൊള്ളക്കാരങ്ങൾക്കെതിരെ ജനവിരുദ്ധ അത് അടിച്ചുവർത്താനായിട്ട് അവർക്കെതിരെ നിയമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്തരം പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികളെ സംരക്ഷിക്കുക, അവരുടെ വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്വാഭാവികമായിട്ടും അത് ഒഴിച്ചപ്പെട്ടു. ആക്രമിക്കപ്പെടുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ കാലത്തും ചരിത്രം നടന്നിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ അടിച്ചുകൊണ്ട നടപടി ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ അതിനെ ചെറുക്കുന്ന ശക്തികൾ വിവിധങ്ങളായിട്ടുള്ള ആശയശാസ്ത്ര നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടായിട്ട് കൂടി അതിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ കടുത്ത രീതിയിൽ പരസ്പരം എതിർത്ത് നിന്നിരുന്നിട്ട് കൂടി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ജനതാ പാർട്ടിയെ പോലെയുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികളൊക്കെ ലയിച്ച ഒറ്റ പാർട്ടിയായി മാറുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് വരെ എത്തുകയുണ്ടായി. അപ്പോൾ ആക്രമിക്കപ്പെടുന്നവർ ഒന്നിക്കുക എന്നത് ഒരു അനിവാര്യതയാണ്. അവിടെ വെട്ടറി ഫെസ്റ്റിൽ സംസാരിക്കുന്ന സമയത്ത് ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആശയങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ രാഷ്ട്രീയ തടവുകാരായിട്ട് വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു അപരാധം ചെയ്ത മട്ടിലാണ് അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ വേദിയിൽ പങ്കെടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി CPM നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ സംഘം പ്രവർത്തിക്കുകയും ആൾക്കാരെ കൊല്ലുകയും ചെയ്ത ആൾക്കാരെയാണോ ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് വിശേഷിപ്പിക്കേണ്ടതെന്ന് പരിഹസിച്ച് ചോദ്യം ചോദിക്കുകയുണ്ട്. അപ്പോൾ മനസ്ഥിതി ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുടെ മനസ്ഥിതി എന്ന് ആലോചിച്ചോ. രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് എന്താണ് അവർ മനസ്സിലാക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അതിൽ തെരഞ്ഞെടുക്കപ്പെടുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുക, അസംബ്ലിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ എവിടെയെങ്കിലും പ്രതിനിധികളാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് വിട്ടിട്ടൊന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല, അതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഭാവം കൂടി അവിടെ വ്യക്തമാണ്. അതെന്തുമാകട്ടെ, ആക്രമിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രധാനം. അവരാക്രമിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളെയും താല്പര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചും തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത്. ആ നിലയ്ക്ക് നമ്മൾ ആ പ്രശ്നം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ UAPA ആയിട്ട് വന്നിരിക്കുന്ന ഈ നിയമം ഇതിനു മുമ്പ് അധികാര കൈമാറ്റത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്നാണ് അതിനാണ് വിശേഷിപ്പിച്ചത്. അതായത് വിചാരണ കൂടാതെ ഒരു വ്യക്തിയെ 1 വർഷത്തോളം തടവിൽ വയ്ക്കാനായിട്ടുള്ള അധികാരം സർക്കാരിന് നൽകുന്ന ഒരു നിയമമായിരുന്നു. തീർച്ചയായിട്ടും രാജ്യം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു വേണ്ടിയിരുന്നു ആ നിയമം പ്രയോഗിക്കാൻ. ആ സവിശേഷ സാഹചര്യം 1962 ഇന്തോ-ചൈന യുദ്ധകാലഘട്ടത്തിൽ സർക്കാർ അങ്ങനെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വീണ്ടും 1965 ഇന്തോ-പാക് യുദ്ധകാലത്തും ഇതേപോലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഈ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് ഇന്ത്യയുടെ പ്രതിരോധത്തിനുള്ള നിയമങ്ങൾ എന്ന പേരിൽ ഉള്ള ഈ ഫാസിസ്റ്റ് നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള അന്നത്തെ ഇടതുപക്ഷത്തുമായിട്ടുണ്ടായിരുന്ന CPIയുടെയും CPMൻ്റെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തന്നെ പ്രവർത്തകരെ വിചാരണ കൂടാതെയുള്ള തടങ്കലിൽ അടച്ചിരുന്നു. സഖാവ് എം.എൻ. രാഘവനെയൊക്കെ അന്ന് ജയിലിൽ അകപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 60-കളിൽ. പിന്നീട് 70-കളാകുമ്പോഴത്തേക്ക്
മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, മിസ MISA എന്ന പേരിൽ ഒരു ഫാസിസ്റ്റ് നിയമമാണ് പുതുതായിട്ട് വന്നത്. അതായത് ആഭ്യന്തര സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിയമം. ഈ നിയമവും ഇതേപോലെ തന്നെ യാതൊരു വിചാരണയും കൂടാതെ ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിക്കാനായിട്ടുള്ള അവകാശം സർക്കാരിന് നൽകുന്ന നിയമമാണ്. ഞാനത് കോളേജിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. മണിപ്പൂരിലെ കോൺഗ്രസ് മന്ത്രിസഭയ്ക്കെതിരെ പാസ്സാകുമെന്നൊരു മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആ പ്രമേയം വോട്ടിടുന്നതിൻ്റെ തലേ ദിവസം പ്രതിപക്ഷത്തിന് മിസ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ. പിറ്റേന്ന് അവിശ്വാസ പ്രമേയം അസംബ്ലിയിൽ വോട്ടിന് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പരാജയപ്പെട്ടു. സർക്കാർ അവിടെ പിടിച്ച് അകത്തിട്ടിരുന്ന അവിടെ അകത്ത് കിടക്കുകയും ചെയ്യും. അടിയന്തരാവസ്ഥ കാലത്ത് ML പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ 600-ലധികം കേരളത്തിൻ്റെ വിവിധ ജയിലുകളിൽ മിസ തടവിൽ അടച്ചിട്ടുണ്ടായി. പിന്നെ അതുകൂടാതെ CPM-ൻ്റെയും RSSൻ്റെയൊക്കെ തന്നെ പ്രവർത്തകർ മിസയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് ഒരു ടാഡ എന്ന് പറയുന്ന നിയമം, TADA. അപ്പോൾ ഇത് ഓരോ നിയമങ്ങളും മാറി വരുന്നതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. കാരണം ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ, കോടതിയിൽ നൽകിയിരിക്കുന്ന പെറ്റീഷനുകൾ, അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കൊണ്ടുവരികയും മറ്റൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഈ മിസയ്ക്ക് സ്ഥാനത്തിൽ നിന്ന് ടാഡ വരുന്നത്. ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ആക്ട് എന്നാണ് ഇത് പൂർണ്ണ രൂപം. ഭീകരവാദത്തിനെയും അതുപോലെ തന്നെ വിഘടനവാദ പ്രവർത്തനങ്ങളെ, വിധ്വംസക പ്രവർത്തനങ്ങളെ തടയുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ടാഡ നിയമം വരുന്നതോടുകൂടി ഒരു പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഇരകളാകുന്നവർ, അതിൽ പെടുത്തി അറസ്റ്റ് ചെയ്ത് അടയ്ക്കപ്പെടുന്നവർ സവിശേഷമായിട്ട് മുസ്ലിം യുവാക്കളെ. ടാഡയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ അകപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം യുവാക്കളെ നിസാര കേസുകളുടെ പേരിൽ പോലും, നിസാര കുറ്റങ്ങളുടെ പേരിൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ഗുജറാത്തിലൊക്കെ തന്നെ ഉണ്ടായൊരു കാര്യമാണ് ഈ പറയുന്ന ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം ടാഡ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ കുറ്റം ചുമത്തി ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ഒരു ജില്ലാ സൂപ്രണ്ടിന്, പോലീസ് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കുറ്റസമ്മത മൊഴി നൽകി കഴിഞ്ഞാൽ ആ മൊഴി കോടതിയിൽ ഒരു തെളിവായിട്ട് സ്വീകരിക്കും. അതിനു മുമ്പുണ്ടായിരുന്നതിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, വിചാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. മിസൈലൊക്കെ തന്നെ 1 വർഷം കിടക്കാറിഞ്ഞ് പോരാ, അല്ലെങ്കിൽ വീണ്ടും 1 വർഷം കിടക്കുക, അങ്ങനെയായിരിക്കും. ഇതല്ല, ഒരു കുറ്റമാണ്. അതിൻ്റെ കൂടെ IPCയുടെ മറ്റു വകുപ്പുകളൊക്കെ ചേർന്നിട്ടാണ് കേസ് ചർച്ച ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു വകുപ്പുള്ളത് കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സൂപ്രണ്ടൻ്റെ നിലവാരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ നടത്തുന്ന കുറ്റസമ്മതം ശിക്ഷിക്കാൻ മതിയായ തെളിവായിട്ട് കോടതി പരിഗണിക്കും. ഇത് ആണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ യുവാക്കൾ ഈ രീതിയിൽ ടാഡപ്പെടുത്തിയിട്ട് കേസ് ചേർത്ത് ജയിൽ അടച്ചുകൊണ്ടിരുന്നു. വിചാരണയുടെ പിന്നിലുള്ള കാര്യമാണ്. അതൊന്നും യാതൊരു തിരക്കുമില്ലാതെ അവിടെ ജയിൽ അടയ്ക്കാൻ കൊടുക്കാതിരിക്കാനായിട്ട്, പ്രഥമ ദൃഷ്ട്യ കേസുണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിട്ട്, മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ കുറ്റസമ്മതം കൂടി ആളുകൾ കാണിച്ചു. അപ്പം ഇത് ഒരു അക്രമമായി മാറിയതോടുകൂടി നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് യുവാക്കൾ ഇത്തരത്തിൽ കുറ്റം ചുമത്തി ജയിൽ അടയ്ക്കപ്പെടുന്ന കാര്യങ്ങളുടെ ഒച്ചപ്പാടും ബോധം വീണ്ടും ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ടാഡ നിയമത്തോടുകൂടി വന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് മുഖ്യമായിട്ടും ആക്രമിക്കപ്പെട്ടത്, ഇരകളാക്കപ്പെട്ടത് ഒന്ന് മുസ്ലിം യുവാക്കളായിരുന്നു. 2, അതേ കാലഘട്ടത്തിൽ, സമാനമായിട്ടുള്ള കാലഘട്ടത്തിന് ശേഷം ഉയർന്നു വന്ന ഈ പഞ്ചാബിലെ രാജസ്ഥാൻ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി. പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ദേശീയമായ പോരാട്ടത്തിൽ പങ്കാളികളായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചു. മാവോയിസ്റ്റുകളൊക്കെ പിന്നെ
തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ട ഇത്തരം കുറ്റങ്ങൾ ചാർത്തിയവരെ ചെയ്ത് കിടക്കുകയാണ്. അന്ന് മുതലുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസിൽ ഏറ്റവും അധികം പ്രയോഗിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയാണ്. അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പിന്നീട് CPM, പിന്നീട് ML ഉൾപ്പെടെ. അപ്പം ഈ ടാഡയ്ക്കത് ഒച്ചപ്പാടും ഉണ്ടായി അത് റദ്ദാക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വന്നതാണ് POTA പോട്ട എന്ന് പറയുന്നത്, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, ഭീകരവാദം തടയാൻ പറയുന്നത്. അത് നേരെക്കുറെ താടയുടെ തന്നെ സ്വഭാവമായിരുന്നു. ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഈ സൂപ്രണ്ടിൻ്റെ മുമ്പിലുള്ള മൊഴി കുറ്റസമ്മതമായിട്ട് എന്താണ് തെളിവ് രേഖയായിട്ട് പരിഗണിക്കുന്ന ആ വകുപ്പ് മാറ്റിയതാണ് വ്യത്യാസം. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ഭീകരവാദി എന്ന് പ്രഖ്യാപിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ ഭീകരവാദ സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ പേരിൽ കേസെടുക്കാമായിരുന്നു. കഴിഞ്ഞാൽ അയാളുടെ വീടും കുടുംബവും എല്ലാം തന്നെ ജപ്തി ചെയ്യാനുള്ള അധികാരവും ആ നിയമം പോലീസ് അധികാരികൾക്ക്, സംസ്ഥാന അധികാരികൾക്ക് നൽകുന്നുണ്ട്. ഒരു വലിയ വിഷയമായി പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു പ്രയോഗത്തിലേക്ക് കടന്നത് കാശ്മീരിലാണ്. പക്ഷെ അത് തന്നെ വലിയൊരു വിഷയമായി മാറിയ ശേഷം കോട്ട പോയി ആ സ്ഥാനത്താണ് പിന്നീട് 1967 തന്നെ പാസ്സാക്കി അവിടെ വച്ചിരുന്ന UAPA, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന UAPA എന്ന് പറയുന്നത് അൺലോഫുൾ ആക്ടിവിറ്റി, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്ന നിയമം അവിടെ അവസാനമായിട്ട് വരുന്നു. അതിലത്തെ വഴിയായിട്ടാണ് ഇപ്പം NIA വന്നിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ നിയമം എന്ന് പറഞ്ഞാൽ NIAയുടെ നിയമം. ഈ NIA നിയമത്തിൽ വീണ്ടും പണ്ട് ടാഡയിലും കോട്ടയിലൊക്കെ ഉണ്ടായിരുന്ന പല വകുപ്പുകളും തിരിച്ചു വന്നിട്ടുണ്ട്. ഭീകരവാദത്തിനെ നേരിടണമെങ്കിൽ അത്യാവശ്യമാണെന്നുള്ള എനിക്കുള്ളൊരു വ്യാഖ്യാനമാണെന്ന് വന്നിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ഒരു വശത്ത് അങ്ങനെ NIAയുടെ നിയമം നിലനിൽക്കുമ്പോഴാണ് മറുവശത്ത് UAPAയുടെ നിയമത്തിലൊരു ഭേദഗതി അനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ അതിനെ ഭീകരവാദിയായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് നൽകുന്നത്. അതിന് മുമ്പ് ഒരു സംഘടന ഭീകരവാദം തുടർന്ന് രാഷ്ട്രീയം പരിശോധിക്കാൻ നോക്കിയിരിക്കുന്നു. ഈ അടിച്ചമർത്തൽ നയങ്ങൾ, അതായത് ഒരു വശത്ത് എന്താ പറയുക ജുഡീഷ്യറി ഉണ്ട്, ഒരു ആധുനിക ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അംഗീകരിച്ച നിയമങ്ങൾ നടപ്പാക്കാനായിട്ട് എക്സിക്യൂട്ടീവ്, പിന്നെ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഭരണഘടനയുടെ വെളിച്ചത്തിൽ അത് പരിശോധിച്ച് തിരുത്താൻ ജുഡീഷ്യറി, അങ്ങനെ 3 ആയിട്ട് വേർതിരിച്ചിരിക്കുകയും അതിലൂടെ ഒരു പരസ്പര സന്തുലനം ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെയാണല്ലോ ആധുനിക ഈ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വ്യാഖ്യാനം. അപ്പം അത് നൽകുന്ന ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾ, വ്യക്തിയുടെ അവകാശങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ, അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു സവിശേഷ സാഹചര്യമുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഈ അധികാരങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഈ അവകാശം ഭരണകൂടത്തിന് എങ്ങനെ വേണമെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചകത്തിടാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അടച്ചുപൂട്ടാനുള്ള അനുവാദം നൽകുന്ന ഇത്തരം നിയമങ്ങൾ ഇത് തുടർച്ചയായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു നിയമമില്ലാത്ത ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ മുമ്പുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. റൗളത്തിൻ്റെ ജാലിയൻ വാലാബാഗ് ഭാഗമായിട്ട് വന്ന റൗളത്ത് ആക്ട് ഉൾപ്പെടെയുള്ള അവർക്ക് തുടർച്ച നമുക്ക് കാണാം. അപ്പം ഇത് മാർക്സിസം ചൂണ്ടിക്കാണിക്കുന്ന ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ സ്വഭാവമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഘോഷങ്ങളും മറ്റ് ആഘോഷങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭരണവർഗം അതിൻ്റെ അധികാരം ഉറപ്പിക്കാൻ, അതിൻ്റെ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കാൻ, അതിൻ്റെ വർഗ താല്പര്യങ്ങളെ കർക്കശമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്ന നിയമങ്ങൾ നടത്താൻ ബാധ്യസ്ഥരാകുന്നുണ്ട്.
ആ ഈ നിയമങ്ങളിലൊക്കെ തന്നെ പൊതു ശക്തി. പക്ഷെ അതിനപ്പുറം നിന്ന് ഒന്നുകൂടി കടന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാഡ നിയമം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരോ ആരാണ് അതിന് കൂടുതൽ ഇരയായത് എന്നുള്ള പ്രശ്നം പരിശോധിച്ച് കഴിഞ്ഞാൽ എടുത്തു കാണാൻ കഴിയുന്ന കാര്യം അത് ഈ രാജ്യത്തെ മുസ്ലിം യുവാക്കളെയാണ് പ്രധാനമായും ആക്രമിച്ചത്. ഞാനത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ മാവോയിസ്റ്റ് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഛത്തീസ്ഗഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജയിലിൽ നിറച്ചും എന്താ പറയുക ആയിരക്കണക്കിന് ആദിവാസികളാണ്. ഒരു കണക്കനുസരിച്ചിട്ട് 3000 ചില്ലാനം ആദിവാസികളാണ് വിചാരണ കൂടാതെ ഛത്തീസ്ഗഡിൻ്റെ ജയിലുകളിൽ. ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് അവലോകനം നടത്തി പറ്റുന്ന കേസിലൊക്കെ ഒഴിവാക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് പത്രങ്ങളിലൂടെ മാസങ്ങൾക്ക് ഇപ്പോൾ വന്നതാണ്. പക്ഷെ ഇന്നേ വരെ അതൊരു നടപടിയിലേക്ക് നീങ്ങേണ്ട യാതൊരു സൂചന കണ്ടിട്ടില്ല. അപ്പം അതുണ്ട്, മാവോയിസ്റ്റുകൾ ആക്രമിക്കപ്പെടുന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് വിട്ടിട്ട് ഒരു സാമൂഹ്യ വിഭാഗം എന്നുള്ളതിൽ ആരാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടത് ഈ പറയുന്ന മുസ്ലിം യുവാക്കളാണ്. അപ്പം എന്താണ് അതിൻ്റെ ഈ പറയുന്ന നിയമങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ടാഡ നടക്കുന്ന സമയത്ത് ഗുജറാത്തിലാണ് എടുത്ത് പറഞ്ഞ കാര്യം. ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കാണാൻ കഴിയുന്നത് നിസാര കുറ്റങ്ങൾ പിടിക്കപ്പെടുന്ന യുവാക്കൾ, മിക്കവാറും നഗരങ്ങളിലെ ചേരികളിലുള്ള ദരിദ്രരായിട്ടുള്ള യുവാക്കൾ നിസാര കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ടാഡ ചുമത്തുന്നു. പിന്നെ അവർ വിചാരണ ഒന്നുമില്ലാതെ ജയിലിൽ ഇങ്ങനെ കിടക്കണം. അത് ഈ ഒരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ അന്ന് മുതൽ ഇങ്ങോട്ട് വരെ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ, ഒരു ഗൗരവപൂർവമായിട്ടുള്ളൊരു പ്രതിസന്ധിയുടെ ഭാവത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയൂ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഭരണവർഗത്തിൻ്റെ ഭരണനീതീകരണത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പഴയ നീതീകരണം ഇനി ഫലപ്രദമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പുതിയൊരു ഭരണനീതീകരണം വാർത്തെടുക്കാനായിട്ട് ഭരണ പരിശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ ആക്രമണങ്ങളെ മനസ്സിലാക്കാൻ. ഇന്ത്യൻ ഭരണവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ള പോലീസ് ഉൾപ്പെടെ ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് 47 മുതൽ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സവിശേഷ സ്വഭാവം നിലനിന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുസഫർ നഗറിലെ കൂട്ടക്കൊലകളെക്കുറിച്ചും മറ്റും ഇപ്പോൾ യു.പി.യിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലീസ് വീട് കയറി തല്ലുന്നു, വസ്തുവകൾ നശിപ്പിച്ച് കളയുന്നു, കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരെ വരെ പിടിച്ചുകൊണ്ടുപോയിട്ട് കേസിൽപ്പെടുത്തുന്നു, വഴിയാത്രക്കാരനായ ആൾക്കാരെ വെടിവെച്ച് വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഈ സമീപകാലത്ത് നടന്ന പൗരത്വ ഇതിനൊക്കെ മാതൃകയായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇതേ യു.പി. പോലീസ് അവരുടെ അപ്രോഷ് നമ്മുടെ ഇവിടുത്തെ KAP പോലുള്ള ഫോഴ്സ് അവർ 10-30ഓളം മുസ്ലിം യുവാക്കളെയും അല്ലാത്തവരെയും പ്രായമായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ പിടിച്ചുകൊണ്ടുപോയി കനാലിൻ്റെ കരയിൽ നിരത്തിയെടുത്ത് വെടിവെച്ച് കൊണ്ടൊരനുഭവം. അതിൻ്റെ കേസ് സമീപകാലത്താണ് വിധിയായത്, അവസാനം അപ്പീലെല്ലാം കഴിഞ്ഞ ശേഷം. അപ്പം ഈ ഇത്തരം ഈ ടാർഗറ്റ് ഒരു പ്രത്യേക സാമൂഹിക വിഭാഗം നൽകി ആക്രമിക്കുന്ന വിഷയങ്ങൾ പുതുമയല്ല. BJP-കാരനായിട്ടും RSS-കാരനായിട്ട് തുടർന്ന് വെച്ച കാര്യമൊന്നും നേരത്തെ തന്നെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറം കടന്നിട്ട് ഭരണകൂടത്തിൽ തന്നെ ഭരണനീതി, ഭരണവർഗങ്ങളുടെ ഭരണനീതീകരണത്തെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ട് പുതിയ വാർത്തെടുക്കാനായിട്ട് ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത് വരുന്നത് ഒരു സവിശേഷതയായിരുന്നു. ഭരണനീതീകരണം എന്ന് പറയുന്നത് ഏതൊരു ഭരണവർഗത്തിനും അതിൻ്റെ ഭരണകൂടം ജനങ്ങൾക്ക് ആവശ്യമാണ്, ആ രാജ്യത്തിന് ആവശ്യമാണ്, ആ ഭരണകൂടത്തെ മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്, ഭരണവർഗങ്ങളുടെ മാത്രമല്ല എന്ന് ഒരു ബോധ്യത്തിൽ ജനങ്ങളെ കോർത്തിണക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു ഭരണവർഗത്തിൽ. അതായത് ആ ഭരണവർഗത്തിൻ്റെ ഒരു സർവ്വസമ്മതി രൂപീകരിച്ചെടുക്കേണ്ട ഒരു ആവശ്യം. ആ സർവ്വസമ്മതിയിലൂടെയാണ് അവർ ഭരണനീതീകരണം വാർത്തെടുക്കുന്നത്. അവരുടെ ഭരണം എന്തുകൊണ്ട് ആവശ്യമാണ്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭരണത്തിൻ്റെ പ്രശ്നമല്ല, ഒരു ഭരണവർഗത്തിൻ്റെ തന്നെ നീതീകരണമാണ്. ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊരു ഭരണവർഗം ആ ജനങ്ങളെ
ബോധ്യപ്പെടുത്തി കൂട്ടിയണക്കി നിർത്തുന്നൊരു അവരുടെ അധിനായകത്വത്തിന് കീഴിൽ കൂട്ടിയണക്കി നിർത്തുന്നതാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസിയെ കുറിച്ച് കൂടുതൽ നല്ല പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണനീതീകരണത്തിൻ്റെ രൂപീകരണം ബ്രിട്ടീഷുകാർ പോയി അധികാരത്തിലേക്ക് വരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ഭരണവർഗങ്ങൾ ഇത്തരമൊരു ഭരണനീതീകരണം ആവിഷ്കരിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടൊരു തലമുണ്ടായി. കാരണം ഒരു 10-600 ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു 10-600 കൊല്ലം നോക്കുകയാണെങ്കിൽ തുർക്കി അങ്ങനെയുള്ള വിവിധ മുസ്ലിം മതസ്ഥരായിട്ടുള്ള ഭരണാധികാരികളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ക്ഷത്രിയ ബ്രാഹ്മണ ആദി കുറേ കാലത്തേക്ക് ഇല്ലായിരുന്നു. അവർ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ പറയുന്ന രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയൊക്കെ തന്നെ ഉപദേഷ്ടാക്കളും സേവകരായിട്ടൊക്കെ ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ തന്നെ കൃത്യമായിട്ട് അധികാരം ഉണ്ടായെന്ന് ഈ പറയുന്ന തുർക്കോ അഫ്ഗാനോ മുകളോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലേക്കാണ്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ. അപ്പോൾ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പുതിയ ആശയം ഇവിടുത്തെ ഈ പറയുന്ന സവർണറിൻ്റെ മേൽത്തട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാരുടെ ദല്ലാൾ പണിയിലേക്ക് കടക്കുകയും അവരുടെ സംസ്കാരം സ്വീകരിക്കുകയും സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സാധ്യതയാണ് അവർ കണ്ടത്. ഒരു ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ വീണ്ടും അധികാരത്തിൻ്റെ തലപ്പത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയാണ് അവർ കണ്ടത്. ത്തിൻ്റെ പിതാവായിട്ട് കൊട്ടിഘോഷിക്കുന്ന രാജാ റാം മോഹൻ റോയാണ് ആദ്യമായിട്ട് ഇതൊരു എഴുത്തിൽ പ്രകടിപ്പിച്ചത്, ഇങ്ങനൊരു ഹിന്ദു മെജോറിറ്റിയുടെ സാധ്യതയെക്കുറിച്ച്. നമ്മുടെ മുതൽ ഈ ഭരണനീതീകരണത്തിന് ഒരു അംശം അത് തന്നെയാണ്. കൃത്യമായിട്ടും ബ്രാഹ്മണ്യവാദത്തിനെ ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് ഹിന്ദു ഭൂരിപക്ഷം വാർത്തെടുക്കാൻ കഴിയും, അതിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ പ്രകൃതി സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും സംവാദവും ഒക്കെ തന്നെയാണ് പിന്നീട് നമുക്ക് ഭരണഘടനയിൽ കാണാൻ കഴിയും. മതപരമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട്. അതിൽ ഇവിടുത്തെ വളർന്നുകൊണ്ടൊരു നാടുവാഴ്ത്ത ശക്തികൾ മാത്രമായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരുന്നത് എല്ലാ വിശ്വാസികളെ പങ്കാളിയാകുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ളൊരു പ്രക്രിയയായിട്ടാണ് അത് വരുത്തുന്നത്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം കൊള്ളുന്നു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഈ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ള പ്രവർത്തന രീതിയിൽ നിന്ന് ഭിന്നമായി തെരുവിലിറങ്ങിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കേണ്ട ഒരു ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വളർന്നു വരുന്ന ജനങ്ങളുടെ അത്തരത്തിലൊരു പ്രക്ഷോഭ സംസ്കൃതി മനസ്സിലാക്കിക്കൊണ്ട് ലോകമാന്യ എട്ടുളക്കും അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ ഉൾപ്പെടെയുള്ള തീവ്രവാദികളെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു നിലപാട് വെച്ചിട്ടുള്ള പ്രവർത്തനത്തിൽ കടക്കുകയുണ്ട്. അത് തെരുവിൽ മാത്രമല്ല വിവിധ വിഭാഗം ജനങ്ങളിലേക്ക് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം അവരുടെ തീവ്രത എന്ന് പറയുന്നത് അവരുടെ ബ്രാഹ്മണ്യത്തിലായി. അതായത് അതുവരെയും രാജാ റാം മോഹൻ റായ് ഗോഖലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള മതപരമായ പരിഷ്കാരങ്ങളെ സ്വീകരിക്കുന്ന മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ചെറുക്കനെയൊക്കെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആവശ്യമില്ല, ബ്രാഹ്മണ്യത്തിന് അത് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റും, സ്വയംഭരണം കിട്ടിക്കഴിഞ്ഞാൽ, സർക്കാർ നടത്താനുള്ള അവകാശം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ള സമീപനമാണ് അവർക്കുണ്ടായത്. ഈ നിലപാട് ഞാൻ ചുരുക്കി പറയുകയാണ് സമയം പറഞ്ഞുകൊണ്ട്, ഈ നിലപാട് അധികം താമസിയാതെ ഒരു ഗതിമുട്ടിലെത്തിക്കുന്നു, എന്താ പറയുക, പോകാൻ പറ്റാത്തൊരു സ്തംഭനാവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാരണം അപ്പോഴത്തേക്കും വിവിധ ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ദളിതർ, പിന്നോക്ക, അങ്ങനെ പല പല വിഭാഗങ്ങൾ കോൺഗ്രസിന് പുറത്ത് തന്നെ സംഘടിക്കാനും അവരുടേതായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭം കുറിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയം തുടങ്ങുന്നുണ്ട്. പാർട്ടി രൂപീകരണമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഉള്ളൊരു താല്പര്യമുള്ള സെക്ഷൻ വളർന്നു വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഈ തിളക്കിൻ്റെ ഈ സംഭവം മുന്നോട്ട് പോകില്ല എന്ന് വ്യക്തമായൊരു ഘട്ടത്തിലാണ് ഗാന്ധി കടന്നു വരുന്നത്. അതോടുകൂടി സ്ഥാനത്ത് മിതവാദപരമായൊരു ബ്രാഹ്മണ്യത്തെ, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടെന്ന് പ്രകടമാക്കുന്നൊരു ബ്രാഹ്മണ്യത്തെയാണ് ഗാന്ധിയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഒരു തുടർച്ച
തുടർച്ചയാണ് പിന്നീട് നെഹ്റുവിനും മറ്റൊക്കെ കാണുന്ന കോൺഗ്രസ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഈ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഗാന്ധി നെഹ്റു പാരമ്പര്യം എന്ന് പൊതുവെ പറയുന്നതിൽ കാണാൻ പറ്റും. ഇതായിരുന്നു 47 അധികാര കൈമാറ്റത്തിന് സമയത്ത് ഭരണവർഗങ്ങളുടെ ഭരണനീതികൾ. അപ്പം ഇതിലൂടെയാണ് കോൺഗ്രസ്സാണ് നേടിക്കൊടുത്തത്, ഗാന്ധിയുടെ അഹിംസാവാദമാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ഈ പറയുന്ന ഗാന്ധിയും നെഹ്റുവും അതുപോലെ ആ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളാണ് ഇതിനെ നിർവഹിച്ചത്. അവർ തന്നെയാണ് എന്ന തരത്തിലുള്ളൊരു സംഭവമാണ് ആ ഭരണനീതീകരണത്തിൽ ഉൾക്കൊണ്ടത്. പക്ഷെ ഇത് 60കളോടുകൂടി പൊളിയാൻ അതിന് പല പാരമ്പര്യത്തെക്കുറിച്ച് ഉൾപ്പെടെ ആശയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കാട്ടപ്പെടുന്നു. സാമ്രാജ്യത്വ വിധേയത്വം കൂടുതൽ പ്രകടമാകുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ പഴയ ഭരണനീതീകരണം ഇനി വിലപ്പോവില്ല എന്ന തരത്തിലുള്ള അവസ്ഥ തന്നെ രൂപപ്പെടാൻ തുടങ്ങി. ആദ്യമായിട്ട് 47 ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പലയിടത്തും പരാജയപ്പെടുന്നു. ഇന്ത്യ സംസ്ഥാനങ്ങളിൽ തന്നെ പലയിടത്തും പരാജയപ്പെടുന്നു. കേന്ദ്രത്തിലുള്ളതിൻ്റെ ഭൂരിപക്ഷം അല്ലാതെ കുറയുന്നു. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സാധ്യതകൾ ഉയർന്നു വരുന്ന ഘട്ടങ്ങളിലേക്ക്. അപ്പോൾ അവിടെ മുതലാണ് കൃത്യമായിട്ട് ഈ ഭരണനീതീകരണത്തിലേക്ക് എങ്ങനെ ഉടച്ചു വാർക്കണം, അത് ഏത് ദിശയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രശ്നം ഭരണവർഗങ്ങളുടെ ഞാൻ ഇവിടെ ഒന്നും ഭരണവർഗമാണ്, ഏതെങ്കിലും പാർട്ടിയല്ല. കോൺഗ്രസോ ജനസംഘം അങ്ങനെ ഏതെങ്കിലും പാർട്ടികളുടെ പ്രശ്നമില്ല. അപ്പോൾ ഈ പുനർവാർത്തെടുക്കലിൻ്റെ പരിപാടിയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും കടുത്ത ഒരു ബ്രാഹ്മണ്യവാദ നിലപാടുകൾ സ്പഷ്ടമായി പ്രകടിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനഃസംഘടനയിലേക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഖിലേന്ത്യാ തലത്തിലൊരു സവർണ്ണ ചേരിയ വികാസത്തിലേക്കും രൂപപ്പെടുത്തിയെടുക്കുന്നതിലേക്കുമാണ് അവർ കടന്നത്. അവിടെ മുതലാണ് സംവരണത്തിനെ ആക്രമിക്കുന്ന പ്രക്ഷോഭങ്ങൾ, ജാതി സംവരണത്തിന് ആക്രമിക്കുന്ന പ്രക്ഷോഭങ്ങൾ, സമരങ്ങളെ ഭീകരവാദമായി ചിത്രീകരിച്ചുകൊണ്ട് ദേശീയ ഉദ്ഗ്രഥനത്തിന് അങ്ങേറ്റം ഏകപക്ഷീയമായിട്ട് ഊന്നുന്ന നിലപാടുകൾ ഇതൊക്കെ തന്നെ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മതേതരത്വത്തിൻ്റെ നാട്യങ്ങൾ ഒന്നൊന്നായി കൈയൊഴിഞ്ഞുകൊണ്ട് പ്രകടമായ രീതിയിൽ തന്നെയുള്ളൊരു എന്താ പറയുക ബ്രാഹ്മണ നീക്കങ്ങൾ, ഹൈന്ദവ നിലപാടുകൾ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഭരണവർഗങ്ങളുടെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങുകയും ഭരണകൂടത്തിൽ അത് പ്രതികരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു 70കൾ മുതൽ ഇങ്ങോട്ട് കാണാൻ. അത് തന്നെയാണ് ഒരു മൂലയിൽ ഒതുക്കി നിർത്തിയിരുന്ന RSSനെ പോലുള്ള ശക്തികൾക്ക്, ഭരണവർഗങ്ങൾ തന്നെ ഒതുക്കി നിർത്തിയിരുന്ന RSSനെ പോലുള്ള ശക്തികൾക്ക് ഭരണവർഗ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പം ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം അത് പൗരത്വ നിയമത്തിലായാലും ഏത് വിഷയത്തിലായാലും ശരി, കാശ്മീരിൻ്റെ മുന്നേറ്റ വകുപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, ഇതിൻ്റെ ഈ തുടർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണനീതീകരണം പുനരാവിഷ്കരിക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ ഭരണവർഗ പാർട്ടികൾ തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് എത്രത്തോളം വേണം, എങ്ങനെ വേണം, അക്രമാസക്തമാകണം എന്നുൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. കാരണം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പൊതു വിഷയത്തിൽ ഇതിങ്ങനെ നീതീകരണം ആവശ്യമുണ്ട്. അത് പുനർവാർത്തെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം അവർ തമ്മിലില്ല. അവർ ഏകദേശം ഒറ്റപ്പെട്ടാണ് എന്ന കാര്യത്തിൽ ഈ കൊണ്ടു. അതിൻ്റെ തുടർച്ച ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് പാരമ്പര്യത്തിൽ കാണാം. ഇപ്പുറത്ത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ അടിച്ചമർത്തലിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി വരുത്തിക്കൊണ്ട് ജനങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് മാത്രമേ ഇത് കഴിയുള്ളൂ ബോധ്യത്തിലേക്കൂടെ വരും. കാരണം പഴയ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയായാലും ശരി, ഇവന്മാരൊക്കെ കള്ളന്മാരാണെന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് യാതൊരു തർക്കമില്ല. തെരഞ്ഞെടുപ്പ് പരമായി വോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ വോട്ട് ചെയ്യുന്നത് കള്ളനാണ്, ഓടില്ല എന്ന് ഏത് പാർട്ടിക്കാരനെ സാധാരണ ജനങ്ങളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നൊരു കാര്യത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വിശ്വാസ്യത എന്നുള്ള സംഭവം വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക ഇൻറ്റഗ്രിറ്റി, അതായത് ഒരു സത്യസന്ധത എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യം കൊണ്ട് എല്ലാവർക്കും അറിയാം. ഭരണമൊക്കെ പാർട്ടികൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ ഒരു കടുത്ത അടിച്ചമർത്തലേക്ക് നീങ്ങേണ്ടി വരും എന്നും അവർ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നിയമങ്ങളെ പരിഷ്കരിക്കാനും കൂടുതൽ ഭീകരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കാം, നമ്മുടെ NIA UAPയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ െതിരെയുള്ള
പ്രക്ഷോഭം ഏറ്റവും ശക്തമായി പൊട്ടിപ്പുറപ്പെട്ട, ഇന്നും ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ NSA വാദമായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ദേശീയ സുരക്ഷാ ആക്ട്. എന്താണ് ദേശീയ സുരക്ഷാ ആക്ട് പറയുന്നത്? 1 വർഷത്തേക്ക് നിങ്ങളെ വിചാരണ കൂടാതെ തടവിലിടാൻ പറ്റും. അപ്പം ഈ വളരെ വ്യക്തമാണ്. ഇപ്പൊ പെട്ടെന്ന് ഡൽഹിയിൽ നിയമം നടപ്പാക്കാന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഈ പ്രക്ഷോഭങ്ങൾ അടിച്ചതാണ്. ഇപ്പുറത്ത് യോഗി എന്നാണ് പറയുന്നത്, ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യങ്ങളുടെ മുദ്രാന്തം മുടക്കി കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമായി കണക്കാക്കും. രാജ്യദ്രോഹമാണെങ്കിൽ NSA ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ UP-യിൽ NSA നിലനിൽക്കുന്നതിന് ചന്ദ്രശേഖർ ആസാദിനെ NSA വഴി വെച്ചിട്ടാണ് 1 വർഷത്തേക്ക് അടച്ചു കൊടുക്കുക. അപ്പം ഈ രീതിയിൽ പൊരുതുന്ന ശക്തികളെ അതിൻ്റെ ഒരു അതിൻ്റെ വർഗീയ സ്വഭാവം സ്ഥാപിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടുന്നവർ മുസ്ലിങ്ങളോ മാവോയിസ്റ്റുകളോ മാത്രമല്ല, ദളിതുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ആദിവാസികൾ ആക്രമിക്കപ്പെടുന്നു, അങ്ങനെ പല ഭാഗങ്ങൾ ആക്രമണത്തിന് ഇരകൾ ആകുന്നുണ്ടെങ്കിലും അതിന് സ്പഷ്ടമായ വർഗീയ ക്ഷോഭം നൽകിയേ പറ്റൂ നമുക്ക് നിർബന്ധമുണ്ട്. കാരണം അതിനാണ് അവരുടെ പ്രകടമായ ബ്രാഹ്മണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഭരണനീതീകരണം അവിടെ ഉറപ്പിച്ചിട്ടുള്ളത്. ആ സവിശേഷത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ സവിശേഷത തിരിച്ചറിയുകയാണെങ്കിൽ ചോദ്യങ്ങളാണ് ചോദ്യം. അപ്പം ചുരുങ്ങിയ പക്ഷം ഈ രാജ്യത്താണ് നടക്കുന്നത്, ഇവിടുത്തെ ഭരണവർഗങ്ങൾ എന്താണ് അവരുടെ സ്വഭാവം, അവരെന്ത് പ്രതിസന്ധി, അതിനെ ചെറുക്കാനായിട്ട് ഇവിടെ തെരുവുകളിൽ ഉയർന്നു വന്നിരിക്കുന്ന വലിയൊരു ജനകീയ ശക്തി ഏത് ദിശയിലാണ് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തമായ വഴി കണ്ടെത്താൻ പറ്റും. കാരണം ഈ ഭരണനീതീകരണം എന്ന് പറയുന്നത് അവർ കുറച്ച് ഭരണവർഗങ്ങളും കൂടി ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ച് നടപ്പാക്കി ഇട്ടു പോകുന്നൊരു കാര്യം മാത്രമല്ല. കാരണം ഇത് ജനങ്ങളുടെ സർവ്വസമ്മതി ആവിഷ്കരിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണെങ്കിൽ ആ ജനങ്ങൾ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നിരവധി പോരാട്ടങ്ങളിലൂടെ ഇവിടെ മതേതര ബോധത്തെ സംരക്ഷിക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തെരുവിലെ സംഘർഷത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണവർഗങ്ങൾക്ക് ആ ഭരണനീതീകരണത്തെ അതിനെ പ്രതിഫലിപ്പിച്ചേ പറ്റും. അതിന് പോകാൻ പറ്റും. അവർ അവരുടെ സർവശക്തിയെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും, അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും, അതിന് നിലയിൽ വരുന്ന ആൾക്കാരെ കൊന്നുകൊടുക്കാൻ ശ്രമിക്കും. പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എത്ര തന്നെ അവർ അടിച്ചമർത്താൻ നോക്കിയാലും ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ മനസ്സുറപ്പിക്കുക ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢവിശ്വാസത്തോടെ നിൽക്കുകയാണെങ്കിൽ അവരെ ഒടുവിൽ പിൻവാങ്ങേണ്ടി വരും. ആ പിൻവാങ്ങൽ അവർ ഒന്നടങ്കോട് കൂത്തു മാറ്റുന്ന ഒരു വിപ്ലവകരമായ നയിക്കുകയോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു വരാം, ചരിത്രത്തിൽ സംഭവിച്ച അനുഭവമുണ്ട്. പക്ഷെ എന്തായാലും ശരി, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ജനങ്ങൾ പോരാട്ടത്തിലേക്ക് തുറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തമായ അലകൾ ഈ ഭരണഘടനയിൽ പ്രതിഫലിക്കാൻ, അല്ലെങ്കിൽ ഈ ഭരണനീതീകരണത്തിൽ പ്രതിഫലിക്കാൻ നിർബന്ധില്ല. ഇന്ന് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ സംരക്ഷണം ഇന്ന് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു. അതാണ് വലിയൊരു വിപുലമായ ജനകീയ ഐക്യത്തിനൊരു എന്താ പറയുക കേന്ദ്ര ബിന്ദുവായിട്ട്. പക്ഷെ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്, ഭരണഘടനയാണോ നമുക്ക് മൗലികാവകാശങ്ങൾ തന്നത്? അതല്ല, ജനങ്ങൾ അവരുടെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത പുതിയ ബോധവും ഭരണഘടന ഇത്തരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഭരണഘടന നിർബന്ധിച്ചു. ആദ്യം പറഞ്ഞതല്ല, രണ്ടാമത് പറഞ്ഞാണ് നടന്നത്. ഡോക്ടർ അംബേദ്കർ ഒരു വ്യക്തിയുടെ വൈഭവം കൊണ്ട് മാത്രമല്ല അവിടെ കുറെ അവകാശങ്ങൾ, സംവരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും മറ്റൊക്കെ തന്നെ ഭരണഘടനയിൽ സ്ഥാനം കണ്ടെത്തി. പുറത്ത് അതിനു മുമ്പ് നടന്ന് അംബേദ്കർ തന്നെ നയിച്ചും അല്ലാത്ത ആൾക്കാർ പലരും നയിച്ചിട്ടുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, അതിൻ്റെ മുമ്പിൽ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഭരണഘടനകൾക്ക് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഉൾപ്പെടുത്താൻ അവർ സന്നദ്ധമായി. അപ്പോൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ആത്യന്തികമായിട്ട് മാറ്റ കയ്യിലാണ്. ജനങ്ങൾ എത്രത്തോളം ശക്തമായി പ്രക്ഷോഭ രംഗത്ത് ഉറച്ചു നിൽക്കുന്നു, അവർ നേടിയെടുത്ത മൗലിക അവകാശങ്ങളെ കാത്തുരക്ഷിക്കാനും അതിനെ വിപുലപ്പെടുത്താനും എത്രത്തോളം ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു, ആ മാറ്റം നമുക്ക് നേടി കഴിഞ്ഞു. അപ്പം ആ ദിശയിൽ ജനങ്ങളുടെ അളവറ്റ ഊർജ്ജത്തിലും ശക്തിയിലും ആത്മവിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പോരാട്ട രംഗത്ത് ഈ പറയുന്ന കരിനിയമങ്ങളുടെയും ഈ പറയുന്ന ഫാസിസ്റ്റ് നിയമങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ
സന്നദ്ധമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.